ഞങ്ങളിന്ന് വാണിയപ്പാറ വരെയും പോവുക കേട്ടോ. മിന്നുക്കുട്ടിയുടെ നാക്കിൽ കോലുമുട്ടായി തിന്നിട്ട് കുറച്ച് തോലൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 6 മാസം മുമ്പ് ഇതുപോലെ തന്നെ വന്നു പോയതാണ്. അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കാണിച്ചത്. അങ്ങനെ അത് മാറിയതായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും വന്നതാണ്. പിള്ളേർക്ക് ഹോമിയോ ആയതുകൊണ്ട് കുടിക്കാനും വലിയ മടിയൊന്നുമില്ല. മിന്നുകുട്ടിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം കേട്ടോ ഡോക്ടർ മരുന്ന് എഴുതി തന്നത്. എന്താ മിന്നു ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ മുട്ടായി കഴിക്കാൻ പറഞ്ഞു അതിനോട്. ഡോക്ടർ ഇനി മുട്ടായി ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നോട് വന്ന് നേരെ ഉൾട്ടയാണ് അവൾ പറഞ്ഞത്. മിന്നു നിന്റെ നാക്കൊന്ന് കാണിച്ചേ. കുറേ പറഞ്ഞപ്പോൾ അവൾ നാക്കൊന്ന് കാണിച്ചോട്ടോ. മുത്തിനും കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും പോയതല്ലേ എന്ന് ഓർത്ത് മുത്തിനും കുറച്ച് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. 5 രൂപ ടോക്കൺ കൊടുത്താൽ മാത്രം മതി. മഴയായതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോകാതിരിക്കുന്ന സമയത്തായിരുന്നു മരുന്ന് വാങ്ങാൻ വേണ്ടി പോയത്. അതുകൊണ്ട് മിനുക്കുട്ടിക്ക് അതൊരു മിനി ടൂർ പോലെയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യണം. മിനുക്കുട്ടിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.